അവൈലബിലിറ്റിയിലൂടെയല്ല, പിന്നെയോ അള്ളാഹുമായുള്ള നമ്മുടെ മാനസിക ബന്ധത്തിലൂടെ. അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഒരു പ്രതിജ്ഞ ഈ സദസ്സിൻ്റെ ഭാഗമായി, ഈ പരിപാടിയുടെ ഭാഗമായി നമുക്ക് ചൊല്ലാനുണ്ട്. ഒരു പ്രതിജ്ഞ ചൊല്ലി നമ്മളൊരു പ്ലഡ്ജ് ചെയ്യാണ്. അള്ളാഹുവിനെ മുൻനിർത്തി നമ്മളൊരു ഒരു പ്രതിജ്ഞ ചെയ്യാൻ വിഷയം നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ ഒരുമിച്ച് ചൊല്ലുക, അല്ലാഹു തആല ഇതൊരു സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണം. ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷജനകമാണ്. അള്ളാഹു ഈ പടർന്നു പിടിച്ച ആഭാസങ്ങൾ, ഞാൻ ആഭാസങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തൊക്കെയോ പുതിയാപ്പിളമാർ കാട്ടിക്കൂട്ടുന്നത്, പുതിയാപ്പിളയെ വെച്ചിട്ട് ചെക്കന്മാർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞു. അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത ചെറുപ്പക്കാരോട് നമ്മൾ എന്തുപദേശിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവരെ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ പ്ലഡ്ജ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെ സംബന്ധിച്ച് ബേജാറാവില്ല. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പശ്ചാത്തപിച്ച് മടങ്ങാൻ, നമ്മുടെ ഹക്കല്ലാതെ നമ്മൾ പറ്റിപ്പോയത് തിരിച്ചു കൊടുത്തേക്ക്. പക്ഷെ നമ്മൾ പിതാക്കന്മാരോ ഇനി വല്യാപ്പമാരോ ആകേണ്ടവരാണ്. അല്ലെങ്കിൽ വാപ്പമാർ മരിച്ചുപോയ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആങ്ങളമാരായിരിക്കാം. നമുക്ക് മക്കൾ ജനിച്ചേക്കാം. കല്യാണം കഴിച്ചേക്കാത്ത ചെറുപ്പക്കാരെ കുട്ടികളുടെ സദസ്സിലുണ്ട്. അവർ വിവാഹം കഴിച്ചൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. എന്നേക്കുമായി നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. അല്ലാഹു തആല ഇത് കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാ, നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ വിവാഹത്തിലോ എൻ്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന മറ്റു വിവാഹങ്ങളിലോ പൊങ്ങച്ചമോ ആഭാസ പ്രകടനങ്ങളോ യാതൊരു വിധത്തിലും അനുവദിക്കുകയില്ലെന്നും അത്തരം ധൂർത്തുകൾ നടമാടുന്ന വിവാഹങ്ങൾ എൻ്റെ ഉറ്റവരുടെയോ ഉടയവരുടെയോ ആയാൽ പോലും അത്തരം വിവാഹങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഇത്തരം സാമൂഹ്യ തിന്മക്കെതിരെയുള്ള എൻ്റെ പ്രതിബദ്ധത തെളിയിക്കുമെന്ന് സർവശക്തനായ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഈ സദസ്സിൽ പ്രതിജ്ഞയെടുക്കുന്നു. അല്ലാഹു നമ്മെ ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ വിഷയം നടക്കും. ഇത് നാട്ടിൽ പോയി വേണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയാണിത് പറയേണ്ടത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് പോകുന്നത്. ഒരു വിവാഹം നടക്കാൻ ആവശ്യമായ എസ്റ്റിമേറ്റ് എത്രയോ നമുക്കത് കണക്കാക്കാൻ പറ്റും. അപ്പുറത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. അവനവൻ്റെ ബന്ധുക്കളും അടുത്ത ആളുകളും ഇടപെട്ട് സന്തോഷത്തിൽ കൂടുമ്പോൾ ഇമ്പുണ്ടാകുമ്പോഴാ കുടുംബ ബന്ധം പോലും ഉണ്ടാവുക. അതൊക്കെ നഷ്ടപ്പെടുന്ന രീതി ഒരു ഭക്ഷണം കഴിക്കലായി മാറുന്ന ആഭാസങ്ങളൊക്കെ നിന്ന് പെൺകുട്ടികളെ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി മഹർ കൊടുത്ത് 5 പൈസ ചോദിക്കാതെയും വാങ്ങാതെയും കിട്ടാതെയും സ്വീകരിക്കാനുള്ള മനസ്സന്നദ്ധ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവളിൽ സൗന്ദര്യവും അവരുടെ സ്വഭാവവും അവളിൽ അച്ചടക്കവും അവൾ കാരണം ബർക്കത്തും അല്ലാഹു തരും. ഇത് നബി തങ്ങൾ വാഗ്ദത്തം ചെയ്തതാണ്. അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ എല്ലാം റബ്ബ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, നിഅമത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നന്മ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എന്നും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد.